എവിടെയാ കിടന്നത്? എന്തേ? സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ടാവും. അതാ രാവിലെ വരാൻ വൈകിയത്. ഇന്നലെ രാത്രി സുഖമായിട്ട് ഉറങ്ങിയില്ല എന്ന് പറയാൻ പറ്റില്ല. കൊതുകടിയും മൂട്ടടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മഞ്ഞുള്ളത് ഉറങ്ങാൻ പറ്റി. നല്ല സെക്യൂരിറ്റി ഉള്ള സ്ഥലം. വാടകയും വേണ്ട. എവിടെയാ? പോലീസ് ലോക്കപ്പില്. എന്നെ ഇന്നലെ രാത്രി പോലീസ് പൊക്കി. എന്താ ഇത്? നീ കാരണമൊന്നുമല്ല. പറയല്ലേ, കണ്ണുടയ്ക്ക്. എന്റെ ജാതകത്തിൽ അങ്ങനെ ഒരു യോഗം ഉണ്ടായിരുന്നു. അതങ്ങനെ തീർന്നു എന്ന് കരുതുക, അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ടൊരു ഗുണം ഉണ്ടായി. ഇവിടുത്തെ സ്ഥലം എസ് ഐ പോലീസുകാരൊക്കെ ഒന്ന് പരിചയപ്പെടാൻ പറ്റും. ഇപ്പൊ ഞങ്ങൾ ഫ്രണ്ട്സാ. അപ്പോഴേ എന്നും ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്റെ കൂടെ കറങ്ങി നടന്നാൽ ശരിയാവില്ല. എനിക്ക് ഉടനെ എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം. അതുകൊണ്ട് 1-2 ആഴ്ചക്ക് നീ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങണ്ട. ജോലിക്ക് പോണില്ലേന്ന് അവര് ചോദിച്ചാലോ? നമ്മൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ ഫോർഡ് കമ്പനിയിൽ നമുക്ക് വേണ്ടി ഒരു MD കൂടി സൃഷ്ടിക്കുന്നു. എന്ന് വെച്ചാൽ MD ടൂറിലാണ്. 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു വരൂ. അതുകൊണ്ട് 2 ആഴ്ച കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നീ അങ്ങോട്ട് പറഞ്ഞേക്കണം. മനസ്സിലായോ? ഇനി അഥവാ എന്തെങ്കിലും അവര് പറഞ്ഞാൽ തന്നെ ഒന്ന് കരഞ്ഞു കാണിച്ചേക്കണം. സെന്റിമെന്റ്സിൽ അവർ വീഴും. എന്നെ കല്യാണം കഴിച്ച അന്ന് തൊട്ട് കുട്ടേട്ടന് കഷ്ടകാലല്ലേ? അയ്യേ, എന്താ ഈ പറയണേ? മാലുവിനെ കല്യാണം കഴിച്ചതിന് ശേഷമാ എനിക്ക് മുതിർന്ന ഒരാളാണെന്നുള്ള ബോധം വന്നു തന്നെ. ആ യൂണിഫോമിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോ തന്നെ ആശ്വാസായി. ഇപ്പൊ ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോ, ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ടെൻഷൻസ് അനുഭവിക്കുമ്പോ ഞാനൊരു ചങ്കുറ്റുള്ള ആണാണെന്ന് തോന്നുന്നു. പഴയതൊന്നും മറക്കാൻ സമ്മതിക്കില്ല കുട്ടികള്. സ്കൂളിലെ കളിപ്പേരാ. ഏറ്റവും മൂത്ത ആള് ഞാനായിരുന്നോണ്ട് മുത്താപ്പന്ന് വിളിക്കുക. കുട്ടികളുടെ ഒരു കാര്യം ഭയങ്കര. ഈ ക്വാളിഫിക്കേഷൻ വെച്ച് എന്ത് ജോലിയാണോ എനിക്ക് തരിക? എന്ത് ജോലിയായാലും മതി സാർ. ഇവിടെ ഇപ്പോ ഒരു ഓഫീസ് അറ്റൻഡർ വേക്കൻസി ഉണ്ട്. പക്ഷേ എനിക്ക് നേരിട്ട് അപ്പോയിന്റ്മെന്റ് നടത്താൻ പറ്റില്ല. ബോർഡ് മീറ്റിംഗ് വെച്ച് അപ്രൂവൽ വാങ്ങണം. മാത്രമല്ല ഉത്തരവാദിത്തമുള്ള ജോലിയാണ്. ജീവനക്കാരുടെ സാലറി ബാങ്കിൽ നിന്ന് കൊണ്ടുവരിക, അതാത് ദിവസത്തെ കളക്ഷൻ ബാങ്കിൽ കൊണ്ട് അടയ്ക്കുക. ഇൻ ഷോർട്ട്, യു ആർ ഗോയിങ് ടു ഹാൻഡിൽ എ ലോട്ട് ഓഫ് മണി. കമ്പനിക്ക് കൂടെ വിശ്വാസമുള്ള ഒരാള് തന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യണം. അല്ല, സാറിനെ കമ്പനിക്ക് വിശ്വാസമില്ലേ? ഉണ്ട്. എന്നാ പിന്നെ സാറിന് ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തൂടെ? ആള് കൊള്ളാമല്ലോ. ഒരു പരിചയമില്ലാതെ ഞാനെങ്ങനെയാ തന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക? നമ്മൾ ഇത്രയും നേരം സംസാരിച്ചൊരു പരിചയമില്ലേ? അത് വെച്ചിട്ട്. എവിടെയാ തന്റെ വീട്? ചുനങ്ങാട്. ചുണങ്ങാട് അമ്പലത്തിന്റെ തൊട്ടടുത്താ. അവിടെ ഒരു പോസ്റ്റ് മാസ്റ്റർ നമ്പീശൻ ഉണ്ടല്ലോ, അദ്ദേഹത്തെ അറിയൂ? അറിയും. എങ്ങനെ? അച്ഛനാ. ഓ, ഐ സി. നമ്പീശിന്റെ പെങ്ങൾ സരസ്വതിയുടെ കല്യാണത്തിന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. തനിക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് അത്രയ്ക്കങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. ഞാനെന്ന് അമ്മയുടെ ഒക്കത്താ. That's very funny. I like your sense of humor. അതെ, നമ്പീശന്റെ മകന് എന്തിനാ ഇപ്പൊ ഇങ്ങനെ ജോലി വേണം? എത്ര കാലാന്ന് വിചാരിച്ച അച്ഛനമ്മമാരെ ബുദ്ധിമുട്ടിക്ക. സ്വന്തമായിട്ടൊരു ഇൻകം ഉണ്ടെങ്കിൽ ഈവനിങ് കോളേജ് ചേർന്ന് ഡിഗ്രി എടുക്കാം, ആരും ബുദ്ധിമുട്ടിക്കാണ്ട്. എനിക്ക് എങ്ങനെ ജീവിക്കാൻ ഇഷ്ടം. That's good. You are very practical. I like it. തന്നെ പോലുള്ള യങ്സ്റ്റേഴ്സിനാണ് ഇന്ന് ഇന്ത്യക്ക് ആവശ്യം. തനിക്കറിയോ, ജപ്പാനിലെ കുട്ടികൾ മാതാപിതാക്കന്മാരെ ആശ്രയിക്കാറില്ല. ചുനങ്ങാട്ടെ കുട്ടികളും. ഹലോ, ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ ദെൻ, ബോർഡ് മീറ്റിംഗിൽ തന്റെ കാര്യം ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യാം. 1-ാം തീയതി ജോയിൻ ചെയ്തക്കവണ്ണം റെഡി ആയിട്ട് വന്നോളൂ. ഓക്കെ? താങ്ക് യു സാർ. ഓക്കെ മിസ് ഓമനക്കുട്ടൻ, അടുത്ത ബോർഡ് മീറ്റിംഗിൽ നിങ്ങളുടെ കാര്യം ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു. 1-ാം തീയതി ജോയിൻ ചെയ്യാൻ നിങ്ങൾ തയ്യാറായി വന്നോളൂ. ആ ബോർഡ് മീറ്റിംഗ് ഒന്ന് കഴിഞ്ഞോട്ടെ. അടുത്ത 1-ാം തീയതി മുതൽ ഓമനക്കുട്ടൻ ഒരു ഉദ്യോഗസ്ഥനാവുന്നു. എല്ലാ 30-ാം തീയതികളിലും ശമ്പളം കിട്ടുന്നു. പിന്നെ നമ്മളൊരു കൊച്ചു വീട് വാടകയ്ക്ക് എടുക്കുന്നു. അവിടെ നമ്മൾ ഐശ്വര്യമായിട്ട് നമ്മുടെ കുടുംബജീവിതം ആരംഭിക്കുന്നു. കുടുംബനാഥൻ മിസ്റ്റർ ഓമനക്കുട്ടൻ. അപ്പഴേ എന്റെ കുടുംബനാഥൻ ചേട്ടാ, ജോയിൻ ചെയ്യാൻ ഇനി 28 ദിവസമുണ്ട്. അതുവരെ എങ്ങനെ തള്ളി നീക്കും? അതിപ്പം 28 വരെ. മാക്ഡോവൽ ബ്രാൻഡി കുടിക്കാൻ പോവാ? അല്ലല്ല, ഒരു വഴി തെളിയുന്നുണ്ട്. നോട്ട് ബാഡ്. ഞാനാണോ? താനല്ല, ശോഭന.
പിക്ചറിന്റെ ഷാർപ്നെസ് കുറച്ചും കൂടെ കൂട്ടണം. അത് ഞാൻ പെട്ടെന്ന് വരച്ചോണ്ടാ. ഇനി ഇങ്ങനെ പെട്ടെന്ന് വരയ്ക്കരുത്, സമയം എടുത്ത് നീറ്റ് ആയിട്ട് വരയ്ക്കണം. ഇറ്റ് ഈസ് ഗോഡ്സ് ഗിഫ്റ്റ്, സോ ഡോണ്ട് ടേക്ക് ഇറ്റ് ഈസി. റോഡ് സൈഡിൽ നിന്ന് ശാലിനിയും ശോഭനയും ഒക്കെ ആളുകളെ നോക്കി സ്മൈൽ ചെയ്യണം. ദാ ഇങ്ങനെ ഇങ്ങനെ സ്മൈൽ ചെയ്ത ആൾക്കാർ വട്ടാന്ന് വിചാരിക്കും. വാട്ട്? അല്ല, ശോഭന ശാലിനൊക്കെ ഞാൻ ഇങ്ങനെ ചിരിപ്പിക്കാം. വെരി ഗുഡ്. ആ സ്മൈൽ കണ്ട് ജനങ്ങൾ കടയിലേക്ക് അങ്ങ് തള്ളിക്കറണം. മനസ്സിലായോ? ആയിക്കോട്ടെ. ഓക്കെ. താൻ ഇവിടെ എന്റെ ഹെൽപ്പറായിട്ട് കൂടിക്കോളൂ. എവിടെയാ താമസം? ഒന്നും ആയിട്ടില്ല. ഓ, ആ ഷെഡില് പായ വിരിക്കാൻ 6 feet സ്ഥലം എടുക്കാം. What is the height? 5'8". Okay, then 6 is enough. പിന്നെ ഇവിടുന്ന് തന്നെ ഫുഡ് കഴിക്കാം. ഓക്കെ, that means food and accommodation free. ബാക്കി $300 ശമ്പളവും തരും. ഓ നാൻസി, വാട്ട് ഈസ് ദിസ്? എന്തിനാ ഇതൊക്കെ ഇപ്പൊ എടുത്തോണ്ട് വന്നത്? ആ അമ്മയുടെ കയ്യിൽ കൊടുത്തയച്ചാ പോരായിരുന്നോ? സ്ട്രെയിൻ ചെയ്യരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ഡാർലിംഗ്? ഓ ലീവ് ഇറ്റ് ഡാർലിംഗ്, എനിക്കൊരു പ്രോബ്ലം ഇല്ല. Okay. No. What is this turning like this walking? You must walk slowly, darling. Slowly, like this. You know, she is carrying. ഈ സമയത്ത് വളരെ സൂക്ഷിക്കണം. She lost 2 kids only because of her carelessness. See, what I am trying to tell you, ഞാൻ ഓഫീസിൽ ഇരിക്കുമ്പോ you are my office boy. ഞാൻ പെയിന്റ് ചെയ്യുമ്പോ താൻ എന്റെ പെയിന്റിംഗ് ഹെൽപ്പർ. ഫ്രീ ആയിരിക്കുമ്പോ നാൻസിയുടെ ഹെൽപ്പർ. ബസാറിൽ പോവാ, സാധനങ്ങൾ വാങ്ങിക്കുക. ഓക്കെ. രാമു, ഇയാൾക്ക് ആ റൂം ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതാണ് മുതലാളി പറഞ്ഞ റൂം. രമ്പ ചേച്ചി, എന്നെ സഹായിക്കണേ. വരയ്ക്കുമ്പോ തെറ്റിപ്പിക്കരുതേ. ദേ, ഇതുപോലെ ചിരിച്ചാ പോരാ, നല്ല സ്മൈൽ വേണം. ദാ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ചാലേ ആ വട്ടം റൊസാരി ചിരിക്കൂ. റൊസാരി ചിരിച്ചാലേ എനിക്ക് കാശ് കിട്ടൂ. എനിക്ക് കാശ് കിട്ടിയാലേ എന്റെ മാലു ചിരിക്കൂ. എത്രയും പെട്ടെന്ന് ഈ കുട്ടിയുടെ ഗാർഡിയൻസിനോട് വിവരം പറയണം. എന്താ ഡോക്ടർ, എന്ത് പറ്റി മാലതിക്ക്? ഇവരുടെ മാരേജ് കഴിഞ്ഞിട്ടില്ലെന്നുള്ള ഉറപ്പല്ലേ? അതെ, റെക്കോർഡിൽ മിസ് മാലതി എന്ന് എഴുതിയിരിക്കുന്നത്. ബ്രദറാ ഇവിടെ കൊണ്ടാക്കിയത്. എന്നാ ബ്രദറിനോട് പറഞ്ഞേക്കേ ഈ സിസ്റ്റർ ഗർഭിണിയാണെന്ന്. ചവിട്ടി നിർത്തിക്കോളൂ. ചവിട്ടാണ്ട് വണ്ടി വെക്കുവോ? എത്ര? 20. ഓ, കുട്ടികൾ കളിക്കുന്ന പ്ലെയിനിന്റെ കാശാ. എന്നാ അധികാരം പോടോ. പതുക്കെ ലേഡീസ്. ഇവിടെ ഉണ്ടായിരുന്നു. എന്റെ പെങ്ങളെന്ന് കണ്ടിട്ട് പോകാൻ വന്നതാ. എവിടെ അകത്തുണ്ടോ? അകത്തുണ്ടെന്നാ കേട്ടത്. ചുരുണ്ടൂടി കിടപ്പാ. അത് പിന്നെ ജോലിക്ക് പോകുന്ന കുട്ടിയല്ലേ, ക്ഷീണം കാണും. അതെ, വൈറ്റമിൻസ് കൊടുത്താ മതി. എന്താ പാക്കറ്റില്? നല്ല ആദായത്തിന് കിട്ടി. ആപ്പിളും ഹോർലിക്സും. പറഞ്ഞ പോലെ വൈറ്റമിൻ സിയാ. പിന്നെ ഈ സമയത്ത് സിയും ഡിയും തന്നെ വേണം. രക്തം വെക്കാൻ വളരെ നല്ലതാ. കാര്യങ്ങളൊക്കെ ചേട്ടൻ അറിയാമല്ലോ. പിന്നെ അറിയാണ്ട് ആകെ ഒന്നല്ലേ ഉള്ളൂ. അത് പോരെ, നാം ഒന്ന് നമുക്കൊന്നല്ലേ മുദ്രാവാക്യം. നിയമം തെറ്റിക്കണ്ട കേട്ടോ. ഏത് നിയമം? ഇവിടുത്തെ നിയമം. ആപ്പിള് വാങ്ങി വന്നിരിക്കുന്നു പെങ്ങളെ കാണാൻ. അവക്കിപ്പോ വേണ്ടത് ആപ്പിളല്ല, നല്ല പുളിയമാങ്ങയാ. എവിടെയാണോ പുന്നാര പെങ്ങൾക്ക് ജോലി? ഫോർഡ് കമ്പനിയില്. എന്തേ? ഫോർഡല്ല, ഫ്രോഡ് കമ്പനിയില്. ഈ സ്ഥാപനത്തെ കുറിച്ച് താൻ എന്താ വിചാരിച്ചേ? ഞാൻ ഐസ്ക്രീം പാർലർ നടത്താമെന്ന് കരുതിയോ? പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാ വേണ്ടോ രണ്ടിനെയും? എന്തിന്? എന്തിനെന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഇറങ്ങി പോടോ. സിസ്റ്ററെ, എനിക്ക് മാലുനൊന്ന് കാണണം. താൻ കണ്ടോ? പക്ഷെ അവളിവിടെ ഇല്ല. കണക്ക് തീർത്താൻ നിമിഷം തന്നെ അവളെ ഞാൻ പറഞ്ഞു വിട്ടു. അകത്ത് പോയ എല്ലാരും. ഇതുപോലുള്ളവന്മാരുടെ കണ്ണി പെട്ടുപോയ എല്ലാം കഴിഞ്ഞു. വരട്ടെ കുട്ടേട്ട, കുട്ടേടത്തിയോട് അന്വേഷണം പറയണേ. ഞാൻ മാലുവിനെ കണ്ടു. എവിടെ? സ്കൂളിന്റെ ഒരു കാര്യത്തിന് വേണ്ടി രാവിലെ ടൗണിലേക്ക് ഇറങ്ങിയതാ. അപ്പോണ്ട് മാലു ബസ് സ്റ്റോപ്പിൽ പകച്ചു നിൽക്കണം. വിവരങ്ങളെല്ലാം അവൾ എന്നോട് പറഞ്ഞു.
നിങ്ങൾ സ്ഥിരം പോകാറുള്ള സ്ഥലങ്ങളിലെല്ലാം അന്വേഷിക്കായിരുന്നു. ഞാൻ വല്ലാതെ പേടിച്ചു. ഓമനക്കുട്ട, ഇനിയും സമയം വൈകിട്ടില്ല. നീ ദുർവാശികളെ ഇവളെയും കൂടി വീട്ടിലേക്ക് പോവാ. എന്തിനാ? എന്റെ കുഞ്ഞിനെ നശിപ്പിക്കാനോ? ഓമനക്കുട്ട, വേണ്ട മാഷെ. ഒരു മകന്റെ മുഖത്തൊക്കെ ഒരു അച്ഛനും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞത്. ഇനി അങ്ങോട്ട് തിരിച്ചു പോകാൻ വയ്യ. ഗർഭിണിയായ പെൺകുട്ടിയെ കൊണ്ട് ഇനി എങ്ങോട്ട് പോകാനാ നിന്റെ പ്ലാൻ? നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം നീ വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല. നിങ്ങൾ എന്റെ കൂടെ വരിക, ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് ശരിയാക്കി തരാം. ഞാൻ പറഞ്ഞാൽ നിന്റെ അച്ഛൻ അനുസരിക്കൂടാ. വേണ്ട. മാഷിന് എന്നോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ മാലുവിന് താമസിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിച്ചതാ. കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കില്ല എന്ന് വെച്ചാ എവിടാ ഇനിയിപ്പോ ഒരു സ്ഥലം കണ്ടുപിടിക്കുക? കുറച്ചു കാലത്തേക്ക് മതി. അതിനുള്ളൊരു വീട് വാടകയ്ക്ക് എടുക്കാനുള്ള സെറ്റപ്പ് ഞാൻ ഉണ്ടാക്കാം. ആ, ഒരു വീടുണ്ട് സിറ്റിക്ക് പുറത്താ. എന്റെ അമ്മയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയും ഭർത്താവും അവിടെ താമസിക്കണേ. ലേശം പ്രായമുണ്ട്, എന്നാലും ഒരു മുത്തശ്ശോളം വരില്ല. മക്കളൊക്കെ അങ്ങ് അമേരിക്കല. അവർക്കൊരു ഹോം നേഴ്സിനെ വേണമെന്ന് കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു. വിരോധം ഇല്ലാന്ന് വെച്ചാ ആക്ച്വലി ഹോം നേഴ്സിനെ വെക്കാനുള്ള ഐഡിയ എന്റെയാ. ദുർഗയ്ക്ക് താല്പര്യമില്ല. വയസ്സായി എന്ന് സമ്മതിക്കാനുള്ള ഒരു മടി. കൈമളിന് അറിഞ്ഞൂടെ ദുർഗെ? ഇപ്പോഴും എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യണത്. സ്റ്റിൽ ഐ ആം ഹെൽത്തി. ഉരുക്കല്ലേ ഈ ശരീരം? അതെ, ഉരുക്കാറായി. അല്ല, പണ്ട് വളരെ ചെറുപ്പായിരുന്നു പറഞ്ഞാ. പക്ഷെ ദുർഗ വളരെ വീക്കായി. പ്രഷറ്, ഷുഗർ, കൊളസ്ട്രോൾ, ആസ്മ തുടങ്ങിയ സർവമാന സൂക്കേടുകളുണ്ട്. അവളെ സ്വന്തം അമ്മയെ പോലെ പരിചരിക്കാൻ സന്മനസ്സുള്ള ഒരു ഹോം നഴ്സറിയാണ് ഞാൻ തിരക്കുന്നത്. കുട്ടിക്ക് സന്മനസ്സുണ്ടോ? ഈ കൈമളിന്റെ വിശ്വാസമില്ലേ? ദുർഗാമ്മയെ സ്വന്തം അമ്മയെ പോലെ പരിചരിക്കും. ആര്, താനോ? ഞാനല്ല, മാലതി. അല്ല, മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അക്കോമഡേഷൻ, ഡെയിലി 4 നേരം ലാവിഷ് ആയിട്ടുള്ള ഫുഡ്. 4 നേരം ഫുഡ് കഴിക്കാൻ ഇവിടെ എന്താ തീറ്റി മത്സരം വല്ലതുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ലേ ട്രെയിൻ എടുത്ത് പുളു അടിക്കരുതെന്ന്? കേട്ടോ അയ്മളെ, ഇങ്ങേർക്ക് ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. പ്രഷറ്, ഷുഗറ്, കൊളസ്ട്രോള്, ഇസ്നോഫീലിയ, പിന്നെ അത്യാവശ്യത്തിന് കിഡ്നിയിൽ സ്റ്റോൺ. ഇതിനൊക്കെ പുറമെ ആസ്മയുടെ വലിവ്. ടൊബാക്കോ കമ്പനിയിലെ MD ആയിരുന്നില്ലേ, അതിന്റെ ബാലൻസാ ഈ വലിവ്. വലിച്ചു തള്ളിയ സിഗരറ്റിനെ കണക്ക് വല്ലതുമുണ്ടോ? എന്റെ കാര്യങ്ങൾ നോക്കാനേ എനിക്കിപ്പോഴും ആരും വേണ്ട. പക്ഷെ ഇങ്ങേരെ കണ്ണ് തെറ്റിയാൽ എവിടുന്നാ സിഗരറ്റ് എടുക്കുന്നെന്ന് ആർക്കും അറിഞ്ഞൂടാ. പിന്നെ കാര്യമായിട്ട് ഇവിടെ വലിയ ജോലിയൊന്നും ഇല്ല കേട്ടോ. അടുക്കളയിലാണെങ്കിൽ കുക്കിംഗ് റേഞ്ച് ഉണ്ട്, ഗ്രൈൻഡർ ഉണ്ട്, ഗ്യാസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ആ ജോലിയൊക്കെ ഞാൻ ചെയ്തോളും. പിന്നെ കറണ്ട് പോയാ വല്ലപ്പോഴൊന്ന് സഹായിക്കണം. എപ്പോഴും കറണ്ട് കേട്ടുള്ള സ്ഥല. പിന്നെ മാലതിയെ കാണാനെന്നും പറഞ്ഞോണ്ട് എപ്പോഴും ഇങ്ങോട്ട് ഓടി വരരുത്. രാത്രിയില് വിസിറ്റേഴ്സ് അലൗഡ് അല്ല. പകൽ മാത്രം മുൻകൂട്ടിയുള്ള അനുവാദത്തോടുകൂടി നിനക്കൊന്ന് കാണാം. ഒക്കെ സമ്മതിച്ചിരിക്കുന്നു ദുർഗാമ്മേ, ഒന്നിനും ഞങ്ങൾക്ക് വിരോധമില്ല. ഇന്ന് കുറച്ച് കൂടുതൽ സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്. വരൂ, വന്ന് കിടന്നോളൂ. ആ, പതുക്കെ. ആ, കുട്ടിയുടെ ബാഗും സാധനങ്ങളൊക്കെ ആ സ്റ്റോർ റൂമിൽ എടുത്തു വെച്ചോളൂ. ആ വന്നേ. ആ, പതുക്കെ. ഇങ്ങനെയുണ്ടോ? ഈ ഹോം നേഴ്സ് എന്നൊക്കെ പറഞ്ഞ ശരിക്കും വേലക്കാരിയല്ലേ മാഷെ? നിനക്ക് വിഷമം ഉണ്ടെങ്കിൽ വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും മാർഗം നോക്കാം. എന്താ അത്? നമ്മുടെ വീട്ടിലായാലും ഈ ജോലിയൊക്കെ നമ്മൾ ചെയ്യുന്നതല്ലേ. നമ്മുടെ അച്ഛനും അമ്മയും ആണെന്ന് ഞാനങ്ങ് കരുതിയേക്കാം. എനിക്ക് ഒരു വിഷമമില്ല കുട്ടേട്ടാ. എന്നും ഞാൻ വന്ന് കാണാം. എത്രയും പെട്ടെന്ന് നിന്നെ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുത്തും. ചില വിത്തുകൾ ഇങ്ങനെ വീണട മുടിക്കും. ഏതായാലും താൻ നോക്കിക്കൂ. തന്നെ വേദനിപ്പിച്ച അവൻ തെണ്ടി കുത്തുവാള എടുത്ത് കരിഞ്ഞൊടുങ്ങി വെണ്ണീറായി പോവും. ഞാനാ പറയുന്നത്. കത്തിയുണ്ട് മുറിഞ്ഞെടുത്ത് കുന്തം കെറ്റി രസിക്കുക. നാവ് ചൊറിയുന്നുണ്ട്, അപ്പുറത്തേക്ക് മാറിയിരുന്ന് സ്വയം ചൊറിഞ്ഞാ പോരെ. എന്തൊരു ജന്മായത്. എന്താടാ? ഒന്നും പറഞ്ഞില്ല. ചിരഞ്ജീവിയാണെന്ന് പറയായിരുന്നു. പണ്ട് ബീഡിക്ക് വരെ മൃതസഞ്ജീവനി ചുരുട്ടി വലിച്ചുവോ? ഓടാ അവിടുന്ന് കുരുത്തം കെട്ടവനെ. അല്ലാതെ പിന്നെ എന്റെ കലാശം. എടോ, താൻ അറിഞ്ഞോ? ഞാനൊന്നും അറിഞ്ഞില്ല, ഇപ്പോഴല്ലേ ഇങ്ങോട്ട് വന്നത്. എന്നാ ഞാൻ അറിഞ്ഞു. അവൻ അച്ഛൻ വീട്ടിലേക്ക് ചെന്നിട്ടില്ല. ഞാൻ അന്വേഷിച്ചു. എന്തിനാ അന്വേഷിക്കാൻ പോണേ? അവരെ അവിടുന്ന് ആട്ടി ഇറക്കാനോ? ആ കുട്ടികളെ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. എന്റെ മോനെ എങ്ങനെയെങ്കിലും ജീവിച്ചാ പോരാ. അതിനാ ഈ പ്രായം വരെ ഞാൻ എന്റെ ജീവിതം തൊലച്ചത്. എന്നിട്ടിപ്പോ വെള്ളത്തിൽ വരച്ച വര പോലായില്ലേ. എന്റെ മോനിപ്പോ എവിടെയാണാവോ? വല്ല ഹോട്ടലിന്റെ പിന്നാമ്പുറത്ത് എച്ചില് പാത്രം കഴിയുന്നുണ്ടാവും. അല്ലാണ്ട് എന്ത് ചെയ്യാൻ?
കയ്യിലൊട്ട് ബിരുദങ്ങൾ ഇരിപ്പുണ്ടോ കളക്ടർ പണി കിട്ടാൻ? താൻ പരിഹസിക്കണ്ടാടോ. തന്റെ കൺകണ്ട ദൈവം കളക്ടർ ആയിരിക്കും. പക്ഷെ അന്തസ്സുള്ള വേറെയും കുറെ പണികളുണ്ട് ഈ നാട്ടിൽ. അതിലൊരെണ്ണം അവന് കിട്ടും. അതിനുള്ള യോഗ്യത അവനുണ്ട്. ശിഷ്യന്റെ കാര്യം ഓർത്ത് ഗുരുവിന്റെ മനസ്സങ്ങ് പെടക്കിയല്ലേ? തന്തയ്ക്കും തള്ളയ്ക്കും ഇല്ലാത്ത പെടച്ചിൽ എന്തിനാ ഗുരുവിന്? ഒരു പെടച്ചിലും ഇല്ല, ഒരു ദണ്ണവും ഇല്ല. കുറച്ച് തീ ഉരുട്ടി കൊടുത്ത അയാള് വിഴുകട്ടെ എന്ന്. മോനും മരുമോളും സേഫ് ആയിട്ട് ഒരിടത്തുണ്ട്. മനസ്സ് വിഷമിക്കാണ്ടിരിക്കുക. അതെ, ചേച്ചിക്ക് വിഷമമൊന്നുമില്ലോ അല്ലേ? എന്ത് വിഷമം? അല്ല ചേച്ചി, ഈ ആദ്യത്തെ 4 മാസം വളരെ ബുദ്ധിമുട്ടാന്ന് കേട്ടിട്ടുണ്ടല്ലോ, ശരിയാണോ ചേച്ചി? ശരിയാ. അല്ല, കുട്ടനെന്താ ഇതൊക്കെ അറിയണേ? തനിക്ക് 4 മാസം? അല്ലല്ല, എനിക്ക് ഗർഭിണികളെ കണ്ട അപ്പൊ ടെൻഷനാവും. അതിന് തനിക്കെന്തിനാ ടെൻഷൻ? പറഞ്ഞ പോലെ എനിക്കെന്തിനാ ടെൻഷൻ? എനിക്കൊരു ടെൻഷനും ഇല്ല. ഞാൻ ടെൻഷൻ അടിക്കുന്ന പ്രശ്നമില്ല. ഇനിയിപ്പോ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? കയ്യിന്ന് പോയില്ലേ? വേണ്ടായിരുന്നു. ഇവനെന്താ പൊട്ടം കടിച്ചോ? Nancy darling, look what I bought for us. What is it? പഴമിടാനുള്ള തൊട്ടിയായിരിക്കും. Stupid. This is a cradle, man. തൊട്ടിലും തിരിച്ചറിയാത്ത തൊട്ടി. Go do your work. Go. ഓ ഡാർലിംഗ്, എന്തിനാ ഇപ്പൊ ഇതൊക്കെ വാങ്ങിച്ചേ? മാസങ്ങൾ എത്ര കിടക്കുന്ന ബേബി വരാൻ? മാസങ്ങൾ will fly away, darling. One fine morning, baby in the തൊട്ടിൽ. അരി ഉഴുന്നും ഗ്രൈൻഡറിൽ അരച്ചാ പോരെ ആന്റി? പോരാ, പിന്നെ കല്ലെന്തിനാ? ആർക്കെങ്കിലും കാണാനോ? അരി ഉഴുന്നും കല്ലിൽ അരച്ചാലേ ഇഡ്ലി സോഫ്റ്റ് ആയിരിക്കുള്ളൂ. അങ്കിളിന് അതാ ഇഷ്ടം. ആ കൈസർ ഇടുന്ന് കുരയ്ക്കുന്നുണ്ട്. ആരാന്ന് നോക്കിയേ? കള്ള ചെക്കന്മാരെ കറങ്ങി നടക്കുന്നേ പത്രത്തിലുണ്ടായിരുന്നു. അതെ, അവരുടെ വർത്താനം കേട്ട അർദ്ധരാത്രി നീ ഇങ്ങനെ പുറത്തിറങ്ങി നടന്ന് വല്ലം കണ്ട് പേടിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ കേട് നമ്മുടെ കുട്ടിക്കാ. ഒച്ച വെക്കല്ലേ, അവരാരും ഉറങ്ങിയിട്ടില്ല. എന്താ കയ്യില്? ഇത് കുറച്ച് ആപ്പിളും മുന്തിരിയൊക്കെയാ. കഴിച്ചോ. എനിക്കിതൊന്നും വേണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, ഇതൊന്നും നിനക്ക് വേണ്ടിട്ടല്ല. ഈ വയറ്റിൽ വളരുന്നത് നമ്മുടെ കുഞ്ഞിന് വേണ്ടിട്ടാ. തൊട്ടിൽ വാങ്ങാൻ കാശ് കഴിഞ്ഞില്ല. തൊട്ടിലോ? എന്തിനാ എത്ര നേരത്തെ? Months will fly away. One fine day, our baby in the തൊട്ടിൽ. Cradle dear, cradle. സമയം കിട്ടുമ്പോഴൊക്കെ വായിച്ചു നോക്കണം. ഗർഭിണികൾ ഗർഭസമയത്ത് എന്തൊക്കെ ചെയ്യാൻ പാടില്ലെന്ന് 101 ഗർഭിണികൾ എഴുതിയ മഹത് ഗ്രന്ഥമാണിത്. പ്രഗ്നൻസി ലെറ്റ്സ് ടു ചൈൽഡ് ബർത്ത്. വില വെറും 60 രൂപ മാത്രം. അതെ, തള്ളയുടെ കുര നിർത്താൻ പറ. ഒന്നുമില്ല ആന്റി, അത് പട്ടികൾ വെറുതെ കുരയ്ക്കുന്നതാ. ഇങ്ങനെ വാ പൊത്തല്ലേ എന്റെ മാലു. നീ ഒരു തവണ വാ പൊത്തിയതുകൊണ്ടാ നമ്മൾ പെരുവഴിയിലായത്. ഇനി കുട്ടം പറന്നിട്ട് വാ പൊത്തിയാ മതി. മാവ് ശരിക്കും അറിഞ്ഞിട്ടില്ലല്ലോ, ഞാൻ അരച്ചരാം. വാ. ഇനി ഇമാതിരി കട്ടിയുള്ള പണിയൊക്കെ രാത്രിയിലത്തേക്ക് മാറ്റിവെച്ചാ മതി. ഞാൻ വന്ന് ചെയ്തോളാം. അച്ഛന്റെയും അമ്മയുടെയും ശ്രദ്ധയും ശുശ്രൂഷയൊക്കെ കിട്ടേണ്ട ഈ സമയത്ത് ഞാൻ കാരണം എന്നെ ശപിക്കണ്ടാവൂലേ? ഞാനോ? ഞാൻ സ്വപ്നത്തെ പോലെ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. എനിക്കറിയാം. ചിലപ്പോ വയറ്റിനകത്ത് കിടന്ന് നമ്മുടെ മോൻ എന്നെ ചേർത്ത് വിളിക്കണ്ടാവും, അവന്റെ അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുത്തണേന്. ഏയ്, അപ്പൊ മോനാന്ന് ഉറപ്പിച്ചോ? മോനാ. അവൻ താമസിയാണ്ടിങ്ങെത്തും. അവന്റെ വരവിന് നല്ല കാശെലവുണ്ടാവും. റൊസാരിയുടെ അവിടുത്തെ പണി മാത്രം പോരാ, ഞാൻ വേറെ ചില പണികളൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്.